ഈ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികളുടെ ഈ പരിതാപകരമായ അവസ്ഥ, അല്ലെങ്കിൽ അവർ നേരിടുന്ന എത്നിക് ക്ലെൻസിങ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു പെർസിക്യൂഷൻ, അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ചിത്രം കാണണമെങ്കിൽ നമുക്ക് ലെബനൻ മാത്രം എടുത്താൽ മതി. ലോകത്തിലെ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിലെ ഒരുപക്ഷെ ഏറ്റവും ടോപ്പായിട്ടുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളോ ആണ് എന്നതാണ് വസ്തുത. 2026 വേൾഡ് വാച്ച് ലിസ്റ്റ് എന്ന ഒരു റിസർച്ച് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് തയ്യാറാക്കിയത് ഒരു ക്രിസ്ത്യൻ റിസർച്ച് ഗ്രൂപ്പായ ഓപ്പൺ ഡോർസ് എന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ ഒരു കണ്ടെത്തൽ വെച്ചാൽ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, വേൾഡ് വാച്ച് ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോകത്ത് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന 50 രാജ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ 10 രാജ്യങ്ങൾ മാത്രം നമുക്കൊരു ഉദാഹരണമായി എടുത്താൽ മനസ്സിലാകും അത് ഈ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്നത് ഏറ്റവും വ്യാപകമായി ഉള്ളത് മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക പ്രദേശങ്ങളിലാണ് എന്ന് മനസ്സിലാവും. അതിൽ സൊമാലിയുണ്ട് 2ാം സ്ഥാനത്ത്, യമൻ, അതുപോലെ സുഡാൻ, എറിട്രിയ, സിറിയ, നൈജീരിയ, പിന്നെ പാകിസ്ഥാൻ, അതുപോലെ തന്നെ ലിബിയ, പിന്നെ ഇറാൻ. ഈ ഓപ്പൺ ഡോർസ് എന്ന ഗ്രൂപ്പ് പോലെ തന്നെ മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ഈ മിഡിൽ ഈസ്റ്റിലുള്ള ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ക്രിസ്ത്യൻ വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ട്. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ വർഷം 2025 അവരൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ എക്സ്പ്ലിസിറ്റാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ദ നോട്ട് സോ സീക്രട്ട് ഡിസ്ക്രിമിനേഷൻ ഓഫ് ക്രിസ്ത്യൻസ് ഇൻ ഇസ്ലാമിക് ലെഡ് കൺട്രീസ്. 2017 ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ഹൂമ ഹൈദർ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതായത് ഈ ക്രിസ്ത്യാനികളുടെ മിഡിൽ ഈസ്റ്റിലുള്ള അവസ്ഥയെ പഠിക്കുന്ന, ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണത്. 2017 സബ്മിറ്റ് ചെയ്തതാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 100 കൊല്ലം മുമ്പ് മിഡിൽ ഈസ്റ്റിൽ 20% ജനസംഖ്യയുടെ 20% ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പോൾ, അതായത് 2017 റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3-4% മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്ന ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഹൂമ ഹൈദർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയത്. ഈ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികളുടെ ഈ പരിതാപകരമായ അവസ്ഥ, അല്ലെങ്കിൽ അവർ നേരിടുന്ന എത്നിക് ക്ലെൻസിങ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു പെർസിക്യൂഷൻ, അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ചിത്രം കാണണമെങ്കിൽ നമുക്ക് ലെബനൻ മാത്രം എടുത്താൽ മതി. ഒരു കാലത്ത് ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ലെബനൻ എന്നത്. എന്നാൽ ഇന്ന് ലെബനനിൽ പ്യൂ റിസർച്ച് സെൻറ്റർ റീസെൻ്റ്ലി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പോപ്പുലേഷൻ്റെ 68% ഇന്ന് മുസ്ലിങ്ങളാണ് ലെബനനിൽ. അതേസമയം ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എന്നത് 28% ആയി കുറഞ്ഞു എന്നാണ് ഈ പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ സർവേയിൽ കണ്ടെത്തുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ടുന്ന കാര്യം, പലപ്പോഴും ഈ ഗാസ യുദ്ധ സമയത്തൊക്കെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണ്, എത്നിക് ക്ലെൻസിങ് ആണെന്നൊക്കെയുള്ള ആരോപണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ അവിടെയുള്ള ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടീഷ് മാൻഡേറ്റ് പലസ്റ്റൈൻ എന്ന് പറയും. അതായത് ഇന്നത്തെ ഇസ്രായേലും വെസ്റ്റ് ബാങ്കും ഗാസയും ഉൾപ്പെടുന്ന ആ പഴയ ബ്രിട്ടീഷ് മാൻഡേറ്റ് പ്രദേശം. അവിടുത്തെ അറബികളുടെ
ജനസംഖ്യ അക്കാലത്ത് 1.3 മില്യൺ ജനസംഖ്യയായിരുന്നു അന്ന് അറബികളുടേത്. ഇന്ന് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും കൂടിയെടുത്താൽ അറബികളുടെ, അവിടുത്തെ പലസ്തീനികളുടെ ജനസംഖ്യ 5.49 മില്യനായിട്ട് ഉയർന്നിരിക്കുന്നതാണ്. ഇനി അറബ് ഇസ്രായേലികളുടെ എണ്ണം നോക്കാം. ഇസ്രായേലിൽ ജീവിക്കുന്ന അറബ്സ്, അവരുടെ എണ്ണം ഇസ്രായേൽ രാജ്യം പ്രഖ്യാപിക്കുന്ന 1948 അതായത് ബ്രിട്ടീഷ് മാൻഡേറ്റിൽ നിന്നും ഇസ്രായേൽ സ്വതന്ത്രമാവുന്ന ആ സമയത്ത് 1,56,000 അറബ്സാണ് അക്കാലത്തുണ്ടായിരുന്നത്. ഇന്ന് അത് 2 മില്യൺ 20 ലക്ഷം അറബികളാണ് ഇസ്രായേലിൽ മാത്രം ഉള്ളത്. അതാണ് അതിലെ കണക്കെന്ന് പറയുന്നത്. ഇപ്പം ഗാസയിൽ ഒരു കണക്ക് നോക്കാം. ഗാസയിൽ 1967 3,54,000 ആളുകളാണ്, പലസ്തീനികളാണ് ഗാസയിലുണ്ടായിരുന്നത്. ഇന്നത് 21 ലക്ഷമായി ഉയർന്നിരിക്കുന്നു. നേരെ തിരിച്ച് നമ്മുടെ അവിടെയുള്ള മിഡിൽ ഈസ്റ്റിലുള്ള ക്രിസ്ത്യാനികളുടെ കണക്കുകൾ പരിശോധിച്ചാൽ അവർ അവിടെ ശരിക്കും എത്നിക് ക്ലെൻസിങ് നേരിടുന്നു എന്ന് കൃത്യമായി കണക്കുകൾ വെച്ച്, തെളിവുകൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ ഹുമ ഹൈദറിൻ്റെ റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. ഹുമ ഹൈദർ അങ്ങനെ കുറച്ച് രാജ്യങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ ഈജിപ്തിൻ്റെ കാര്യം എടുക്കാം. ഈജിപ്ത് ഇസ്ലാം കോൺകർ ചെയ്യുന്നതിന് മുമ്പ് അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. അവിടെ 8.3% ക്രിസ്ത്യാനികൾ 1927 ഉണ്ടായിരുന്നു. ഇന്ന് അത് 5.3% അതായത് 2011 കണക്കാണ് ഹുമ ഹൈദർ പറയുന്നത്. അവിടെ ഈ ലോകത്ത് ഒരു പ്രത്യേക വിഭാഗം ക്രിസ്ത്യാനികളാണ് അവിടെ ഉള്ളത്, കോപ്റ്റിക് ക്രിസ്ത്യൻസ്. അവരേറ്റവും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ പ്രദേശമായിരുന്നു ഈ ഇസ്ലാം അധിനിവേശം നടത്തുന്നത് വരെ. ഇനി സിറിയയിലെ കാര്യം നടക്കും. സിറിയയിലും അതായത് ഇസ്ലാമിക ഇൻവേഷൻ നടക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യൻ ഭൂമിയായിരുന്നു, ക്രിസ്ത്യൻ പ്രദേശമായിരുന്നു സിറിയ എന്നത്. ഈ 2011 മുമ്പുള്ള കാലത്ത് സിറിയയിൽ 17.5 ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നാണ്. അത് 2016 അത് പകുതിയായി കുറഞ്ഞു എന്നാണ്. പകുതി പേരും രാജ്യം വിട്ടു പോയി. കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അവിടെ ഐസിസ് വന്നു, അവരുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ചു. അങ്ങനെ ഒരു പകുതിയോളം ആളുകൾ രാജ്യം വിട്ടുപോയി. ഇന്ന് പറയുന്ന ഒരു 3-4 ലക്ഷം ക്രിസ്ത്യാനികളാണ് ഇന്ന് സിറിയയിലുള്ളത്. അതിൽ തന്നെ ഒരു 50% ആളുകളും 50 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നാണ്. ഇപ്പോൾ ഈ പലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിലും അതുപോലെ ഹമാസ് നിയന്ത്രിച്ചിരുന്ന ഗാസയിലും ഉള്ള ഈ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണെന്ന് നോക്കുക. ജെറൂസലം സെൻറ്റർ ഫോർ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ അഫയേഴ്സ് എന്ന ഒരു തിങ്ക് ടാങ്ക്, അവർ പറഞ്ഞത് 1967 ക്രിസ്ത്യൻസ് 6% ഉണ്ടായിരുന്നു. 1997 അത് 1.5% കുറയുകയും അത് 2017 ആകുമ്പോഴത്തേക്കും 1% കുറയുകയും ചെയ്തു എന്നാണ് കണക്ക്. 1950 യേശുക്രിസ്തു ജനിച്ച ബെത്ലഹേമിലും ബെത്ലഹേമിന് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലുമായിട്ട് ഏതാണ്ട് 86% ക്രിസ്ത്യാനികളായിരുന്നു ബെത്ലഹേമിൽ. എന്നാൽ ഇന്ന് ബെത്ലഹേമിലെ ക്രിസ്ത്യൻ ജനസംഖ്യ എന്നത് വെറും 10% എന്നാണ് കണക്ക്. അത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കേണ്ടതാണ്. പക്ഷേ അതിനെയൊന്നും ആരും ജനസൈഡാണെന്നോ അല്ലെങ്കിൽ എത്നിക് ക്ലെൻസിങ് ആണെന്നോ വിശേഷിപ്പിച്ച് കാണാറില്ല.